കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് ഡോക്ടർ കെ.എസ്. അനിൽകുമാർ തുടരും. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ വൈസ് ചാൻസലർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ചാൻസലറെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിനെ തുടർന്ന് ഹർജി പിൻവലിക്കുന്നതായി രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അറിയിച്ചു. അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി VC ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തു നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്തു. വിഷ്ണുവിലേക്കാണ് ആദ്യം. വിഷ്ണു, കൃത്യമായ അധികാരം എന്തെന്നറിയുന്നവർ തമ്മിലുള്ള അധികാര തർക്കമാണ്. സിൻഡിക്കേറ്റിന്റെ അധികാര പരിധി എത്ര, VCയുടെ അധികാര പരിധി അതെന്തൊക്കെ എന്ന ചോദ്യം ഉയർന്നുകൊണ്ടാണ് ഈ പ്രശ്നം തന്നെ തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? നിലവിൽ ഒരേ സർവകലാശാലയ്ക്ക് രണ്ട് രജിസ്ട്രാറാണോ നിലവിലുള്ളത്? ഒന്ന് സിൻഡിക്കേറ്റിന്റെ രജിസ്ട്രാറും മറ്റേത് VC നിയമിച്ച താൽക്കാലിക രജിസ്ട്രാറും. എന്താണ് നിലവിലെ സാഹചര്യം? സുഹൈല, കോടതി ഈ അധികാര തർക്കങ്ങളുടെ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും കടന്നില്ല. കേസിന്റെ മെറിറ്റിലേക്ക് പോലും കടക്കാതെയാണ് ഹർജി തീർപ്പാക്കിയത്. KS അനിൽകുമാർ കഴിഞ്ഞ ദിവസമാണ് VC നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം VCക്കില്ല, മറിച്ച് സിൻഡിക്കേറ്റിന് മാത്രമാണുള്ളതെന്ന് അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു ഹർജിയിൽ. ഒപ്പം അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും അടുത്ത സിൻഡിക്കേറ്റ് കൂടുമ്പോൾ ആ സസ്പെൻഷൻ നടപടി അറിയിക്കണമെന്നും നിയമമുണ്ടെന്ന് ഹർജിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്നലെ സിൻഡിക്കേറ്റ് കൂടി തന്റെ സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ഹർജിയുമായി മുന്നോട്ട് പോകാനില്ല എന്നാണ് അനിൽകുമാർ ഇന്ന് കോടതിയെ അറിയിച്ചത്. കോടതി ആ വാദം അംഗീകരിക്കുകയായിരുന്നു. VCക്ക് ഏതെങ്കിലും തരത്തിലുള്ള സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിൽ അപ്പലറ്റ് അതോറിറ്റിയെ സമീപിക്കണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചത്. അതായത് സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ കോടതി ഇടപെടുന്നില്ല എന്നവർ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ ഉയർന്നു വന്നത് രാജേഷിനെതിരെ, രാജേഷ് മുൻ MLA ആണ്, അദ്ദേഹത്തിനെതിരെയുള്ള അതിരൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രാജേഷ് ഇന്നലെ ഈ ഹൈക്കോടതി ജസ്റ്റിസുമാരെ വിമർശിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വിധി പറയുന്ന ജഡ്ജിമാർ സംഘപരിവാർ ആഭിമുഖ്യമുള്ളവർ എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ഇതിവൃത്തം. ജസ്റ്റിസ് GK സിംഗ് ഇന്ന് അതിരൂക്ഷ ഭാഷയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിനെയും രാജേഷിനെയും വിമർശിച്ചത്. കോടതിയെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്ന് അദ്ദേഹം ചോദിച്ചു. ഒപ്പം കോടതിയുടെയും തന്റെയും റെപ്യൂട്ടേഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല. രാജേഷിനെതിരെ കോടതി വിഷയം, അതായത് സ്വമേധയാ നടപടി സ്വീകരിക്കും എന്ന് DK സിംഗ് വ്യക്തമാക്കുകയും ഇന്ന് തന്നെ നോട്ടീസ് അയക്കുകയെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇനിയുള്ള നിയമസാധ്യത രണ്ട് തരത്തിലാണ്. ഒന്ന്, VCക്ക് സിൻഡിക്കേറ്റ് നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ ഒരിക്കൽ കൂടി മറ്റൊരു ഹർജിയുടെ രൂപത്തിൽ സമീപിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഈ സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർക്ക് ഈ സിൻഡിക്കേറ്റ് നടപടി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ രണ്ട് സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അതല്ലാതെ മറ്റ് തരത്തിലേക്ക് അധികാര തർക്കങ്ങളിലേക്ക് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കടന്നില്ല എന്നാണ് ഇന്നത്തെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൈൽ, ഉമേഷ് ബാലകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് ചേർന്നു. ഉമേഷ്, ഈ പറഞ്ഞതുപോലെ കോടതി വിഷയത്തിന്റെ വൃത്തിയിലേക്ക് പോയില്ല എന്നതിനർത്ഥം ഈ പറയുന്ന രജിസ്ട്രാർ നൽകിയ ഹർജി രജിസ്ട്രാർ തന്നെ പിൻവലിക്കുന്നു. കാരണം സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയാൽ പിന്നെ ആ ഹർജിക്ക് അവിടെ ബലമില്ല, ഹർജിയുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പുതിയ നിയമസാങ്കേതികത്വം കൂടി തുറന്നിരിക്കുകയാണ്. അതായത് കൃത്യമായി ആർക്കാണ് ഒരു രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം, ആർക്കാണ് ആ രജിസ്ട്രാർ തിരിച്ചെടുക്കാനുള്ള അധികാരം. ആ ചോദ്യത്തിൽ ഒരുപാട് നിയമപ്രശ്നങ്ങൾ നിലവിൽ നിലനിൽക്കുന്നു. ഒന്ന്, സിൻഡിക്കേറ്റ് തന്നെ കൂടിക്കൊണ്ട് നിലവിൽ രജിസ്ട്രാറെ തിരിച്ചെടുത്തിരിക്കുന്നു, നിയമന ഉത്തരവ് നൽകി. രജിസ്ട്രാറിന്റെ അടിസ്ഥാനത്തിൽ വന്ന് നിയമന ഉത്തരവ് കൈപ്പറ്റി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് VC നിയമിച്ച ഒരു രജിസ്ട്രാർ കൂടി അവിടെ ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ഒരു സർവകലാശാലയ്ക്ക് രണ്ട് രജിസ്ട്രാർ എന്ന രീതിയിലാണ് നിലവിൽ കാര്യങ്ങളുള്ളത്. ഇതിന്റെ പരമാധികാരം സ്വാഭാവികമായി ചാൻസലർക്കാണ്. ഇനി ചാൻസലറുടെ കോർട്ടിലേക്ക് ഈ പന്ത് പോവുകയാണ്. ചാൻസലറിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അനിൽകുമാർ സസ്പെൻഷൻ കിട്ടിയത്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും ഈ വിഷയം? പതിയെ പതിയെ വീണ്ടും ഗവർണർ സർക്കാർ പോരിലേക്ക് തന്നെയല്ലേ നീങ്ങുക? തീർച്ചയായും സുഹൈൽ, ആ രീതിയിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ താൽക്കാലിക VC സിസ തോമസ് ഇപ്പോഴത്തെ നടപടി, അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തെ തുടർന്ന് KS അനിൽകുമാറിനെ രജിസ്ട്രാറായി തുടർന്ന് നിയമിച്ചതും നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് ചാൻസലർക്ക് കൈമാറിയിരിക്കുന്നത്. ഇനി രാജ്ഭവനാണ് തീരുമാനിക്കുന്നത്. കാരണം നിലവിൽ വിഷ്ണു സുരേഷ് പറഞ്ഞു നിർത്തിയത് മുതൽ നമുക്ക് ആരംഭിക്കാം. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇനി അടുത്ത ഇടപെടൽ എന്ന് പറയുന്നത് ചാൻസലർക്കാണ്. ചാൻസലർ എന്ന നിലയിൽ
എന്ത് നടപടി സ്വീകരിക്കാനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അവകാശം അല്ലെങ്കിൽ ഒരു അധികാര പരിധി ഇപ്പോഴും ഗവർണർക്കുണ്ട്. ഒരു ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും സിൻഡിക്കേറ്റ് തീരുമാനത്തിന് മുകളിൽ ചാൻസലർക്ക് നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള കോടതി വിധികളെല്ലാം ഉണ്ടെങ്കിൽ പോലും ചാൻസലർ ഈ വിഷയത്തിൽ ഒരു നിയമവിരുദ്ധമായ ഇടപെടൽ നടന്നിട്ടുണ്ട് എങ്കിൽ ചാൻസലർക്ക് സിൻഡിക്കേറ്റ് തീരുമാനത്തിന് മുകളിൽ ഇടപെടാം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. ഒരുപക്ഷെ ഈ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് സിൻഡിക്കേറ്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതേ രീതിയിൽ നിയമങ്ങളും ചട്ടങ്ങളും ഉദ്ധരിക്കാവുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് സിസ തോമസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നടന്നത് നിയമവിരുദ്ധമായ ഇടപെടലാണ്. അതായത് സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ട് KS അനിൽകുമാറെ ഇവിടെ നിയമിച്ചത് നിയമവിരുദ്ധമായ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ആ ഇടപെടൽ റദ്ദാക്കിക്കൊണ്ട് താൻ മിനി കാപ്പനെ ഇവിടെ രജിസ്ട്രാറുടെ ചുമതലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുമാനമാണ് അംഗീകരിക്കേണ്ടത് എന്ന് കാണിച്ചാണ് സിസ തോമസ് ഇപ്പോൾ ചാൻസലർക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇനി ചാൻസലറാണ് തുടർ നടപടി എടുക്കേണ്ടത്. നിയമവിരുദ്ധമായ നടപടി എന്ന് കൃത്യമായി കോട്ട് ചെയ്ത സാഹചര്യത്തിൽ ആ പോയിന്റിൽ പിടിച്ചു വേണമെങ്കിൽ ചാൻസലറായ ഗവർണർക്ക് തുടർ നടപടി സ്വീകരിക്കാം. അതിൽ 2 നിർദ്ദേശങ്ങളാണ് നൽകാൻ കഴിയുക. കഴിഞ്ഞ ദിവസമുണ്ടായ സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ പൂർണ്ണമായി റദ്ദാക്കുന്നു എന്നുള്ള ഉത്തരവിലേക്ക് ഒരുപക്ഷെ ചാൻസലർക്ക് എത്താം. അല്ല എങ്കിൽ നിലവിൽ വൈസ് ചാൻസലർ നിയമനം നൽകിയാൽ രജിസ്ട്രാറുടെ നിയമനം അത് അതേ രീതിയിൽ തുടരണമെന്നുള്ള ഉത്തരവിറക്കാം. ഈ 2 ഉത്തരവിൽ ഏതെങ്കിലും ഒന്ന് ചാൻസലറുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടായാലും നിലവിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് സിൻഡിക്കേറ്റ് യോഗത്തിന് മുകളിൽ ഒരു തീരുമാനം ചാൻസലർക്ക് എടുക്കാനാകില്ല എന്ന നിയമത്തിന്റെ ക്ലോസ് ഉപയോഗിച്ച് അങ്ങനെയാണെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതിന് മുകളിൽ കോടതിയിൽ പോകും. എന്തായാലും സമാനതകളില്ലാത്ത ഭരണ പ്രതിസന്ധിയിലേക്കാണ് കേരള സർവകലാശാല മുന്നോട്ട് പോകുന്നത്. സുഹൈൽ, തീർച്ചയായും നിയമപോരാട്ടം തുടരും. അനിൽകുമാർ റൈസറായി തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇനി പന്ത് ചാൻസലർക്കാണ്, ഗവർണർക്കാണ്. ആ തീരുമാനം എന്താകുമെന്ന് ആകാംക്ഷയുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ആകാംക്ഷകൾ ഇല്ലെങ്കിലും എന്തായിരിക്കും തീരുമാനം ഏറെക്കുറെ നമുക്കറിയാമെങ്കിലും ഇനി അങ്ങോട്ടുള്ള നിയമപോരാട്ടം അത് കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന സർവകലാശാലകളിൽ ചാൻസലറുടെ അധികാരപരിധി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ചാൻസലർ ബില്ലൊക്കെ അങ്ങനെ ഒപ്പിടാതെ കിടക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഗവർണറുടെ സർവാധികാരത്തിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം മങ്ങാനുള്ള സാധ്യത കൂടി തെളിയുന്നത്.